ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇഫ ചിക്കൻ ഞാനും കൂടി ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്നില്ല, പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മുടെ എരിവുള്ള മുളകും പൊടി, പിന്നെ കാശ്മീരി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, തൈര്, പിന്നെ നമ്മുടെ ഉപ്പും ചെറുനാരക നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകത്തേക്ക് ഇത് നന്നായിട്ട് ഉള്ളിലൊക്കെ പിടിക്കുന്ന പോലെ തേച്ച് കൊടുക്കണം. ഞാനിത് വൈകുന്നേരമാണ് ഇങ്ങനെ മസാല പെരട്ടി വെച്ചത്. ഇത് പിറ്റേ ദിവസം ഉച്ചക്കത്തേക്കാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. 8 മണിക്കൂറെങ്കിലും ഇത് കുക്ക് ചെയ്യണമെന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത്. അപ്പോൾ ഇത് ഞാനിത് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അൽഫാമിൻ്റെ പീസ് പോലെ ആദ്യമായിട്ടാണ് ചിക്കൻ വറുക്കാൻ പോണത്. അപ്പോൾ അതേ ബട്ടറും എണ്ണയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് സ്ലിമ്മിലിട്ടിട്ട് അടിച്ച് വെച്ചിട്ട് വേവിക്കാനാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കൊളായിക്കൊണ്ട് ഞാൻ തല്ലിക്കൊല്ലും, ഉറപ്പായും തല്ലിക്കൊല്ലും. പിന്നെ നമ്മൾ അതിൻ്റെക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കുക. ഇതാണല്ലോ മെയിൻ സംഭവം. നമ്മൾ വെളുത്തുള്ളി, പിന്നെ 4 മുട്ടേൻ്റെ വെള്ള, ചീസ്, പിന്നെ ഫ്രഷ് ക്രീം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഇത് ഈ ചിക്കനിലകത്തേക്ക് ഇങ്ങനെ ആക്കി വെക്കുക. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കുമ്പോൾ എന്തോ ആവും. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് ഇതാക്കുക. പക്ഷേ എനിക്ക് 2 മിനിറ്റ് അങ്ങനെ അടിച്ച് വെച്ചതാക്കിയപ്പം പിരിഞ്ഞ പോലെയൊക്കെ ഒന്ന് തോന്നിട്ടോ അത്. അപ്പോൾ ഇത് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. മന്തിയും പൊറാട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ രണ്ടും കൂടെ ഒന്ന് കൂടി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ പൊറാട്ട എടുത്തത്. എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായി ഇല്ലെന്ന് പറഞ്ഞില്ല. കാരണം വെച്ചാൽ ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയും ഇഷ്ടപ്പെട്ടു.